ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായുമുള്ള കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. ഭഗവതി മഠം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മഹേഷ് ഉഷസ്. ക്ഷേത്രാചാര സംബന്ധമായതും ജ്യോതിഷാചാര സംബന്ധമായതും ഹൈന്ദവാചാര സംബന്ധമായതുമായ കുറേയേറെ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ചാനലിലൂടെ ഞാൻ ചർച്ച ചെയ്തു വരുന്നത്. ഹൈന്ദവ ആചാര സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഹിന്ദു വിശ്വാസികളുടെ ജീവിതചര്യകൾ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ഭക്തി എന്ന് പറയുന്നത്. ഏതൊരു കർമ്മത്തിലും ഭക്തിപൂർവമായിട്ടുള്ള അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യത്തിൻ്റെ ഫലപൂർണതയ്ക്കായിട്ട് അതിനെ ഭക്തിയിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ട് മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് ഹിന്ദുക്കളായിട്ടുള്ള ഒട്ടുമിക്ക ആൾക്കാരും എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. ഈ ഭക്തി എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ഭക്തികളുണ്ട്. ഭഗവാനെ സദാ മനസ്സിൽ പ്രാർത്ഥിച്ച് ധ്യാനിച്ച് നടക്കുന്ന ഒരു തരം ഭക്തിയുണ്ട്. ചിലപ്പോൾ ക്ഷേത്രങ്ങൾ പോകുമ്പോൾ മാത്രമുള്ളൊരു ഭക്തിയുള്ള ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ശുഭകർമ്മത്തിൻ്റെ ആരംഭത്തിലോ അല്ലെങ്കിൽ അതിൻ്റെ ഫലപ്രാപ്തിക്കോ വേണ്ടി മാത്രം ഭക്തി ഉണ്ടാകുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഭക്തി പലതരത്തിലാണ്. പ്രധാനമായും ഈ ഭക്തി എന്ന് പറയുമ്പോൾ അത് 9 തരത്തിലാണ് തരംതിരിച്ചിരിക്കുന്നത്. അതിനെ നവധാഭക്തി എന്നാണ് പറയുന്നത്. അതായത് 9 തരത്തിലുള്ള ഭക്തികൾ. ആ 9 തരത്തിലുള്ള ഭക്തി മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കിത് പരിചയപ്പെടാം. അതിൽ ഒന്നാമത്തേത് ശ്രവണം ആണ്. രണ്ടാമത്തേത് കീർത്തനം, മൂന്നാമത്തേത് സ്മരണം, 4 പാദസേവനം, 5 അർച്ചനം, 6 വന്ദനം, 7 ദാസ്യം, 8 സഖ്യം, 9 ആത്മനിവേദനം എന്നിങ്ങനെയാണ് 9 തരത്തിലുള്ള ഭക്തിയെക്കുറിച്ച് പറയുന്നത്. അതിൽ ഒന്നാമത്തേത് ശ്രവണമാണ്. ഈശ്വരനാമങ്ങൾ കേൾക്കുക, അല്ലെങ്കിൽ ഈശ്വരൻ്റെ സ്തോത്രങ്ങൾ കേൾക്കുക, ഭഗവത് ചരിത്രങ്ങൾ കേൾക്കുക, ഇവയാണ് ശ്രവണം എന്ന വിഭാഗത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അതായത് ഭക്തിയിൽ മുഴുകി ഈശ്വരനാമങ്ങൾ എപ്പോഴും കേൾക്കുക, ഭഗവാന്റെ അല്ലെങ്കിൽ ഭഗവതിയുടെ സ്തോത്രങ്ങൾ പാരായണം ചെയ്യുക, അല്ലെങ്കിൽ അത് പാരായണം ചെയ്യുന്ന കേൾക്കുക, ചരിത്രങ്ങൾ കേൾക്കുക, ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് അല്ലെങ്കിൽ ഒരു നിശ്ചിത ഇടവേളകളിലൊക്കെ ഭഗവത് ചരിത്രങ്ങളൊക്കെ എപ്പോഴും ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു തരം ഭക്തിയാണ് ശ്രവണം എന്നുള്ള വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രണ്ടാമതായി കീർത്തനമാണ്. കേട്ടറിഞ്ഞ കാര്യങ്ങളെയൊക്കെ പ്രകീർത്തിക്കുന്നതാണ് കീർത്തനം. അതായത് ഒരു ഭഗവാന്റെ ലീലാവിലാസങ്ങളെ കുറിച്ചിട്ടുള്ള കഥകൾ, അല്ലെങ്കിൽ ഒരു ഭക്തിയിൽ മുഴുകിയിട്ടുള്ള ഭഗവാനെ കുറിച്ചിട്ടുള്ള വർണ്ണനകൾ മറ്റുള്ളവരിലേക്ക് പറഞ്ഞ് എത്തിക്കുന്ന, അത് പാട്ടുപാടിയിട്ടാകാം, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു സത്സംഗത്തിലുള്ള ഒരു പ്രസംഗം ഉൾപ്പെടെയാകാം. അപ്പോൾ അതിനെയാണ് നമ്മൾ കീർത്തനം എന്നുള്ള വിഭാഗത്തെ പറഞ്ഞിരിക്കുന്നത്. സങ്കീർത്തനം, ഇതിഹാസ പുരാണ പാരായണം, ഭജന, അർച്ചനകൾ എന്നിവയൊക്കെയാണ് ഇതിൽ പ്രധാനമായിട്ട് ഉൾപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് കീർത്തനം എന്ന് പറഞ്ഞിരിക്കുന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്താം. മൂന്നാമതായി സ്മരണമാണ്. അതായത് സദാ ഈശ്വരനെ ഓർത്തുകൊണ്ടിരിക്കുക എന്നതാണ് സ്മരണം. ആദ്യത്തെ 2 ഭക്തിയിലേക്ക് എത്താനുള്ള പ്രാഥമിക മാർഗങ്ങളാണ് എങ്കിൽ, ഭക്തി ഉണ്ടായിക്കഴിഞ്ഞിട്ട് ആദ്യം ഉണ്ടാകുന്നതാണ് സ്മരണം. അതായത് ആദ്യത്തെ 2 ശ്രവണവും കീർത്തനവും, നമ്മൾ ഈശ്വരനാമങ്ങൾ കേൾക്കുക, അല്ലെങ്കിൽ ഈശ്വരനാമങ്ങൾ നമ്മൾ മറ്റുള്ളവരിലേക്ക് പറഞ്ഞെത്തിക്കുക, ഇതൊക്കെയാണ് ആദ്യത്തെ 2 പടി. ഈ 2 പടി കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഭഗവാനിലേക്ക് അടുത്തെത്തുന്ന ഒരു ഘട്ടമാണ് സ്മരണം എന്ന് പറയുന്നത്. അതായത് എല്ലാ സദാ നേരവും ഭഗവാന്റെ കഥകൾ ഓർത്തിരിക്കുക, പറയുന്ന സമയത്ത് മാത്രമല്ല, കേൾക്കുമ്പോൾ മാത്രമല്ല, എപ്പോഴും ഭഗവാന്റെ ഭഗവതിയുടെ അല്ലെങ്കിൽ ആ കഥകളൊക്കെ ഓർത്തും, അല്ലെങ്കിൽ ഭഗവത് മന്ത്രങ്ങൾ അല്ലെങ്കിൽ സ്തോത്രങ്ങളൊക്കെ ജപിച്ച്, അല്ലെങ്കിൽ അതിങ്ങനെ എപ്പോഴും ഇങ്ങനെ മനസ്സിൽ ഓർത്തുകൊണ്ടിരിക്കുന്നതാണ് സ്മരണം എന്ന് പറയുന്നത്. അടുത്തതായി ഇനി പാദസേവനമാണ്. ഈശ്വര പാദപൂജയാണ് പാദസേവനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് കേവലമായൊരു വിഗ്രഹ പൂജയല്ല, ഈശ്വര സൃഷ്ടിയായിരിക്കുന്ന പ്രപഞ്ചത്തെ സേവിക്കൽ കൂടിയാണ്. അതായത് ഒരു വിഗ്രഹം വെച്ചിട്ട് അതിനെ പൂജിക്കുന്നു എന്നുള്ളതല്ല നമ്മളിവിടെ ഈ പാദസേവനം കൊണ്ട് അർത്ഥമാക്കുന്നത്. ജീവജാലങ്ങളെയല്ല, അതായത് എല്ലാ തരത്തിലും മറ്റുള്ളവരെ സേവിക്കുക, അതാണ് പ്രപഞ്ചത്തിലുള്ള എല്ലാത്തെയും, അതായത് ജീവജാലങ്ങളായാലും മനുഷ്യരായാലും എല്ലാ തരത്തിലും അവരെ സഹായിക്കുക എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഘടകം കൂടിയാണ് നമ്മൾ ഈ പാദസേവനം എന്ന് പറഞ്ഞ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്തത് അർച്ചനമാണ്. അത് ഈശ്വര അർച്ചനയാണ്. ഈശ്വരനിലേക്ക് നമ്മൾ അതിപ്പോൾ ഒരു പക്ഷേ ക്ഷേത്രത്തിൽ ചെന്നിട്ട് നമ്മൾ നടത്തുന്നൊരു അർച്ചന, അതായത് ഒരു വഴിപാട് സമർപ്പണം ഉണ്ടല്ലോ, അതും അർച്ചന എന്ന് പറഞ്ഞ വിഭാഗത്തിൽ ഉൾപ്പെടുത്താൻ പറ്റും നമുക്ക്. അത് എല്ലാ തരത്തിലും ഭഗവാനിലേക്ക് നമ്മൾ അർച്ചന, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിഗ്രഹത്തെ തന്നെ വെച്ച് ചിലപ്പോൾ ഒരു പക്ഷേ പൂജിക്കുമ്പോഴത്തേക്ക് അവിടെ നമ്മൾ ഒരു അർച്ചന വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യുന്ന ആൾക്കാരുണ്ടാവില്ല. അപ്പോൾ അതാണ് ഈ അർച്ചനം എന്ന് പറഞ്ഞ ഭക്തി വിഭാഗത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അടുത്തതായി വന്ദനമാണ്. ഭഗവാനെയും ഭഗവാന്റെ സൃഷ്ടികളായ എല്ലാത്തിനെയും അവയൊക്കെ ഭക്തിപൂർവ്വം വണങ്ങുന്നതാണ് വന്ദനം എന്ന് പറഞ്ഞ ആ ഒരു വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് നമ്മൾ ക്ഷേത്രത്തിൽ ചെന്ന് ഭഗവാനെ വന്ദിക്കുന്നതും, വീട്ടിലാണെങ്കിലും നമ്മൾ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്ന ആ ഒരു ഭഗവാൻ അല്ലെങ്കിൽ ഭഗവതിയെ കണ്ട് വന്ദിക്കുന്നതും, അതുപോലെ ഭഗവാന്റെ സൃഷ്ടിയായിരിക്കുന്ന നമുക്ക് ഒരു ബഹുമാനം തോന്നുന്ന മറ്റെന്ത് കാര്യത്തിലേക്കും നമ്മൾ വന്ദനം ചെയ്യുന്നതിനെയാണ് നമ്മൾ ഈ വന്ദനം എന്ന് പറഞ്ഞ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്.
ഭക്തിപൂർവ്വം വണങ്ങുക എന്ന് പറയുന്നില്ലേ, അത് തന്നെയല്ലേ കാരണം. അടുത്തതായി ദാസ്യമാണ്. ഈശ്വരനെ സ്വാമി അല്ലെങ്കിൽ യജമാനനായി കണ്ടുകൊണ്ട് ഒരു ദാസനെ പോലെ ജീവിക്കലാണ് ദാസ്യം എന്ന് പറയുന്നത്. അതായത് എല്ലാ തരത്തിലും നമ്മൾ ഭഗവാനിലേക്ക് നമ്മളുടെ കാര്യങ്ങളൊക്കെ അതായത് ചെയ്യുന്ന എല്ലാ പ്രവൃത്തിക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കണം എന്ന് ആഗ്രഹിച്ച് എല്ലാ തരത്തിലും ഒരു ദാസനെ പോലെ നമ്മൾ ഒരു ജീവിതം കഴിച്ചു കൂട്ടുന്ന അവസ്ഥയുണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ഈ ദാസ്യം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഘടകത്തിൽ, ആ ഒരു വിഭാഗത്തിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്തതായിട്ട് സഖ്യമാണ്. ഈശ്വരനെ തൻ്റെ കൂട്ടുകാരനെ പോലെ കണ്ട് പെരുമാറാൻ കഴിയുന്ന ഒരു ഭക്തിയുടെ ഒരു സമുന്നത തലമാണ് ഈ സഖ്യം. അതായത് ഒരു ദാസ്യം എന്നുള്ള ഭാവത്തേക്കാൾ ഉപരിയായിട്ട് ഒരു ഒരു കൂട്ടുകാരനെ പോലെ എപ്പോഴും ഭഗവാനെ തൻ്റെ സന്തത സഹചാരിയായി തന്നെ കണ്ട് ആ ഒരു ഭക്തി മാർഗത്തിലേക്ക്, അതായത് എന്ത് കാര്യത്തിനും എപ്പോഴും ഒരു ലിമിറ്റേഷൻസ് ഇല്ലാതെ, അതായത് ഒരു നിയന്ത്രണം ഇല്ലാതെ ഭഗവാനിലേക്ക് എന്തും തുറന്ന് പറയാൻ കഴിയുന്ന ആ ഒരു അവസ്ഥയുണ്ടല്ലോ, ആ അവസ്ഥയാണ് നമ്മൾ ഈ സഖ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതായിട്ട് ആത്മനിവേദനമാണ്. ഈശ്വരനിൽ തന്നെ സമർപ്പിക്കുകയാണ് ഈ ആത്മനിവേദനം എന്ന് പറയുന്നത്. അനുക്രമം ഉയരുന്ന ഭക്തിയുടെ വിവിധ തലങ്ങളെയാണ് ഈ നവതാഭക്തി എന്ന സങ്കല്പത്തിലൂടെ അനാവൃതമാകുന്നത്. അതായത് നമ്മൾ ഈശ്വരനിൽ തന്നെ നമ്മളുടെ എല്ലാ കാര്യങ്ങളും ഭഗവാനിലേക്ക് സമർപ്പിച്ച്, ഒരുപക്ഷെ മറ്റുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വെടിഞ്ഞ്, ലൗകികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വെടിഞ്ഞിട്ട് പൂർണ്ണമായും നമ്മുടെ ജീവിതം നമ്മൾ ഭഗവാനിലേക്ക് സമർപ്പിച്ചിട്ടുള്ള ആ ഒരു ചര്യയാണ് ഈ ആത്മനിവേദനം എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു വിഭാഗം കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഈ ആത്മനിവേദനം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഭഗവാനിലേക്ക് നമ്മളെ തന്നെ സമർപ്പിച്ചു കൊണ്ടിട്ടുള്ള ആ ഒരു ഭക്തിതലമാണ്. അപ്പോൾ അതായത് ഓരോ ഈ 9 ഭാവങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് 9 ഭാവങ്ങളും പടിപടിയായിട്ടുള്ള ഭക്തിയിലേക്ക് എത്താനുള്ള അല്ലെങ്കിൽ ഭഗവാനിലേക്ക് എത്താനുള്ള ഓരോ സ്റ്റെപ്പുകളാണ് ഈ പറഞ്ഞിരിക്കുന്ന 9 ഭാവങ്ങളും. അങ്ങനെ ഭക്തിയെ 9 തരത്തിൽ വേർതിരിച്ചാൽ ആ 9ാമത്തെ തലം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പൂർണ്ണമായിട്ടും ബാക്കിയെല്ലാം തിരിച്ചിട്ട് തന്നെ അല്ലെങ്കിൽ നമ്മളെ ഭഗവാനിലേക്ക് നമ്മൾ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്ന ഒരു തലമാണ് ഈ അവസാനത്തെ 9ാമത്തെ ഭക്തി എന്ന് പറയുന്നത്. പിന്നെ ഇതിനെല്ലാത്തിനും ഉപരിയായിട്ട് ഏകാദശ ഭക്തി എന്ന് പറഞ്ഞ മറ്റൊരു വിഭാഗം കൂടി പറയുന്നുണ്ട്. അതെന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാം പൂർണ്ണമായും മറ്റെന്തും ത്യജിച്ചിട്ട് ഭഗവാൻ മാത്രം മതി എന്നുള്ളൊരവസ്ഥയിൽ നിൽക്കുന്ന ഒരു അവസ്ഥ കൂടിയാണ് ഈ ഏകാദശം. അപ്പം നമ്മളതിനെ ആ ഒരു കണക്കൂട്ടിൽ ഉൾപ്പെടുത്താറില്ല, കാരണം അതിനകത്ത് വേറെ കുറേ തലങ്ങളൊക്കെയാണ് അതുമായിട്ട് ബന്ധപ്പെടുത്തി വരുമ്പോഴത്തേക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. അതുകൊണ്ട് അത് നമ്മൾ ഏകാദശ ഭക്തിയെ നമ്മൾ സാധാരണക്കാരുടെ ജീവിതത്തിൽ ഈ ഏകാദശ ഭക്തിയെ നമ്മൾ കൈക്കൊള്ളാറില്ല. ഈ 9 ഭക്തി നവതാഭക്തിയാണ് സാധാരണ നമ്മുടെ ഈ സാധാരണക്കാർക്കിടയിൽ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടുള്ള ഭക്തജനങ്ങൾക്കിടയിലുള്ള ഒരു അവസ്ഥ എന്ന് പറയുമ്പോഴത്തേക്ക് നവതാഭക്തി തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോ കേട്ട് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒന്ന് വിലയിരുത്താമല്ലോ ഏത് തരത്തിലുള്ള ഭക്തിയാണ് നിങ്ങൾക്കുള്ളതെന്ന്. അത് നിങ്ങൾ കമൻറ്റായിട്ടൊന്ന് രേഖപ്പെടുത്തണം കേട്ടോ. പിന്നെ ഈ ഒരു അറിവ് മറ്റാരെങ്കിലും പറഞ്ഞൊരു വിഷയം മുമ്പ് അറിവുള്ളതാകാം, എങ്കിലും ഇപ്പോൾ ഈ ഒരു അറിവ് പുതുതായിട്ട് തോന്നുന്നെങ്കിൽ മറ്റുള്ളവരിലേക്ക് കൂടി ഈ അറിവ് എത്തിച്ച് അവർക്ക് കൂടി ഇതിനെക്കുറിച്ചുള്ള ഒരു ബോധം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത്. കാരണം ഹിന്ദുക്കളുടെ ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളുടെ കാര്യങ്ങൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നില്ലെന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മുടെ ഹൈന്ദവതയുടെ ഏറ്റവും മൂല്യമേറിയ ഒരു കാര്യവും ആരും ആരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതിന് നിൽക്കാതെ നമുക്ക് ഉണ്ടാകുന്ന ഈ അറിയുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ ഒരുപാട് പറഞ്ഞു തരുന്നു എന്നുള്ളതല്ല, എനിക്ക് എൻ്റെ അറിവിനെ മുൻനിർത്തിയിട്ടില്ല, എനിക്ക് വളരെ പരിമിതമായിട്ടുള്ള അറിവാണുള്ളത്. എവിടെന്നെങ്കിലും വായിച്ച് കിട്ടുന്നതോ അല്ലെങ്കിൽ ആരും പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. എൻ്റെ ഉദ്ദേശം മറ്റൊന്നുമല്ല, ഹിന്ദു ജനതയെ അവരുടെ ആ ഒരു മൂല്യം എന്താണെന്ന് തിരിച്ചറിയിക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ വിവരം മറ്റുള്ളവരിലേക്ക് കൂടിയൊക്കെ എത്തിച്ച് അവരെ കൂടി നമ്മുടെ ഹിന്ദുമതത്തിൻ്റെ ബോധത്തെക്കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ മൂല്യത്തെക്കുറിച്ച് അറിയിക്കണമെന്ന് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായുമുള്ള കാര്യങ്ങൾ കൂടുതലറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.